മലയാളികളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച, മലയാളികളെ ലോകം കാണാൻ പഠിപ്പിച്ച യാത്രകളുടെ ദി ബ്രാൻഡ് അംബാസിഡർ സന്തോഷ് ജോർജ് കുളങ്ങര. നിന്നെ കണ്ടിട്ട് കുറെ നാളായല്ലോ. ഒന്ന് കറങ്ങി മദ്രാസ്, ബാംഗ്ലൂർ, ബോംബെ, കൽപ്പാത്തി, ആലപ്പുഴ, ചാകര, തൃശൂർ, കൊയിലാണ്ടി, സുൽത്താൻ ബത്തേരി, അങ്ങനെ തിരക്കിട്ടൊരു ടൂർ പരിപാടി. ഭയങ്കര കമ്പോസ്ഡ് ആയിട്ട്, ഇത്ര കാമറായിട്ട് എങ്ങനെ ഇരിക്കാൻ പറ്റുന്നു സർ? വളരെ പ്ലസന്റ് ആയിട്ട്. അല്ല, അത് സ്വാഭാവികമായിട്ടിരിക്കുന്നതാണല്ലോ. നിങ്ങൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാലേ ഞാൻ കാമല്ലാതാവണ്ടുള്ളൂ. നീ ഇതുവരെ കണ്ട എന്റെ മുഖം ഉണ്ടല്ലോ, അത് ഡീസന്റ് മുഖം. ഇനി ഇത് വഷളാക്കരുത്. വഷളാക്കിയ എന്റെ സ്വഭാവം മാറും. എന്റെ സ്വഭാവം മാറിയാൽ താൻ മാറും, അറിയാമല്ലോ. വിവാഹത്തിന് മുമ്പ് 2 പ്രണയങ്ങൾ സാറിന് ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ നിഷേധിക്കോ? സത്യമാണല്ലോ? അല്ല, വിവാഹത്തിന് മുമ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ അതിലേ വിശ്വസിക്കുന്നുള്ളൂ. വിവാഹത്തിന് ശേഷമുള്ള പ്രണയത്തിലെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇളയപ്പറ്റൊരു കാര്യം വിറ്റാണ്, ആള് ഭയങ്കര വിറ്റാണ്. സാർ അധികം ഇന്റർവ്യൂസിൽ പ്രണയത്തെ പറ്റി ഇങ്ങനെ പറഞ്ഞ് ഞാൻ കേൾക്കാറില്ല. കൂടുതൽ യാത്രകളിലാണ് സാർ ഫോക്കസ് ചെയ്യുന്നത്. അല്ല, ഞാൻ ഈ പ്രണയത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരാളല്ലല്ലോ. ഒത്തില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഒത്തിരി പറയേണ്ട കാര്യമില്ലെന്ന് എനിക്കറിയാം. അത് ഞങ്ങളുടെ സ്വകാര്യമായ വിഷയങ്ങളാണ്. ഞാൻ പ്രണയിക്കുന്നത് എങ്ങനെയാണ്, ആ പ്രണയത്തിലെ ഓരോ സെക്കൻഡും എങ്ങനെയാണ്, ഇതൊക്കെ നാട്ടുകാരോട് പറയേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഞാനത് ചോദിക്കരുതായിരുന്നു. എൻ്റെ ഭാര്യയ്ക്ക് എന്നെ പൂർണ്ണമായും വിശ്വാസമാണ്. ആകപ്പാടെ വല്ലപ്പോഴും സംശയം തോന്നുന്നത്, ഞാൻ ദീർഘയാത്രക്കൊക്കെ പോയിട്ട് വരുമ്പം ആ സഞ്ചാരത്തിൻ്റെ വീഡിയോ നോക്കും. എന്നിട്ട് അതിനകത്ത് വല്ല പെമ്പിള്ളേർ എൻ്റെ പുറകെ പോരുന്നുണ്ടോ. സാറിന് BP ഉണ്ടല്ലേ? ഏയ്, എനിക്ക് പ്രഷർ ഒന്നുമില്ല. അതല്ല BP, ഭാര്യയെ പേടി. ഞങ്ങളുടെ ഈ ഏജിലുള്ള കല്യാണം കഴിക്കുന്നവരോട് സാറിന് ഒരു അഡ്വൈസ് തരാൻ പറഞ്ഞാൽ സാർ എന്തായിരിക്കും തരിക? ഇപ്പൊ എൻ്റെ അടുത്താണെങ്കിലും എന്നെ പോലെയുള്ള കുട്ടികളുടെ അടുത്താണെങ്കിലും. ഇതിനെക്കുറിച്ച് 2 വാക്ക് പറ. ഇതിനെക്കുറിച്ചാ പ്രിയപ്പെട്ടവരെ, നിങ്ങളെപ്പോലുള്ള കുട്ടികളോട് കല്യാണം കഴിക്കേണ്ടതേ ഞാൻ പറയുള്ളൂ. ഊതിയതല്ലേ, കാറ്റടിച്ചപ്പോ മനസ്സിലായില്ലേ? നിങ്ങൾ കല്യാണം കഴിച്ചില്ലെങ്കിലും ഈ ഭൂമിക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഈ കേരളത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു പോവാ. സമൂഹത്തിലൊരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ നിങ്ങൾ കഴിച്ചില്ലെങ്കിലും ഞങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ല. ചമ്മി എന്ന് പറഞ്ഞ ഇതുപോലൊരു ചമ്മൽ എന്റെ ലൈഫിൽ ഉണ്ടാവാനില്ല. ഇടയ്ക്കൊക്കെ ചമ്മണോണ്ട് കുഴപ്പമില്ല, അഹങ്കാരം കുറയൂന്നേ. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി റോഡിൽ പോട്ടെ.